ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ സർപ്രൈസ് ആയിട്ട് എന്താ നടക്കാൻ പോകുന്നത് നോക്കാം. എന്തെങ്കിലും പെട്ടെന്ന് വിചാരിക്കാതെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്ന എന്തെങ്കിലും ഒരു സർപ്രൈസ് ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്നത് ആയിരിക്കാം, പക്ഷെ കിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ വിട്ടുകളയില്ലേ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് നോക്കാം. യൂണിവേഴ്സായിട്ട് എന്താണ് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് എന്താ കൊണ്ടുവരാൻ പോകുന്നത്? എന്തെങ്കിലും നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഏനോ സർപ്രൈസ് യൂണിവേഴ്സ് എന്ത് തരും നോക്കാം. ഓക്കെ, സി 3 of Pentacles, 3 of Cups. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാനാണ് പോകുന്നത്. ആദ്യത്തെ കാര്യം ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ. ഇതുവരെ ആഗ്രഹമൊന്നും നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഇതിനെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉറപ്പിച്ചോളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്. ഇത് അഗെയിൻ ഇവിടെയും നമ്മൾ കാണുന്നത് റെക്കഗ്നിഷൻ എന്നൊക്കെ പറയും. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയിൽ വല്ല പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം കുറച്ച് പേർക്ക്. അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക, അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ മാനിക്കും എന്ന് പറയില്ലേ, അത് നിങ്ങൾക്കൊരു റെക്കഗ്നീഷൻ കിട്ടുന്ന പോലെ ഓഫീസിലായാലും ശരി, ഈവൻ ഫാമിലിയിലായാലും ശരി, ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ശരി. നിങ്ങൾക്ക് എന്തോ ഒരു നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയും. അതിനെ ഒരുപാട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും എന്ന് പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ വല്ല റെക്കഗ്നീഷൻ കിട്ടുന്ന പോലെ വല്ല റിവാർഡ് കിട്ടും. ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം, സാലറി ഇൻക്രിമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബോണസ് പോലെ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കാം, ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും തരും. ബിക്കോസ് നിങ്ങളുടെ കഴിവിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന പോലെ അങ്ങനെ ഒന്ന് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി, അല്ലെങ്കിൽ ജോലിയിൽ നെക്സ്റ്റ് പൊസിഷൻ, അങ്ങനെ എന്ത് തന്നെ ആയാലും ഒരു നല്ലൊരു കാര്യമാണ് ഇവിടെ വരാൻ പോകുന്നത്. ആൻഡ് ഇതിൽ സെലിബ്രേഷൻ കാണുന്നുണ്ട് എനിക്ക്. സോ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ സന്തോഷം വരുന്നു എന്നുള്ളതാണ് മെയിനായിട്ട്. നിങ്ങൾക്കൊരു സന്തോഷം വരുന്നു, അത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കും. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒരു ആഘോഷങ്ങളായിട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് എല്ലാവരും അതാണ്. ഇവിടെയും ഇതും 3 ആണ്, ഇതും 3 ആണ്. സോ ഡെഫിനറ്റ്ലി എക്സ്പാൻഷൻ എന്ന രീതിയിൽ, അതായത് നിങ്ങൾക്ക് എന്തോ ഐ തിങ്ക് ഇന്നലത്തെല്ലാം ഞാനിത് പറഞ്ഞിരുന്നു പ്രത്യേകം. നിങ്ങൾക്ക് എന്തോ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എന്ത് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു കുറച്ചുകൂടെ സ്പ്രെഡ് ആവുന്നതായിട്ട്, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുക, നിങ്ങളെ മാനിക്കപ്പെടുക, നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നല്ലതാണ് എന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. ആൻഡ് നിങ്ങളുടെ ഒരു ആഗ്രഹം പോലെ നടക്കുന്ന ഒരു കാര്യമാണിത്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നു എന്നുകൂടിയാണ്. കുറച്ച് പേർക്ക് ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്, തീർച്ചയായിട്ടും അത് നടക്കും. ശരിക്കും ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, ആക്ച്വലി അത് ഫാസ്റ്റ് മൂവ്മെൻറ്റും ആയിരിക്കും. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ സർപ്രൈസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരുന്നതായിരിക്കാം, പെട്ടെന്ന് വരുന്നതായിരിക്കാം. സോ അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ അപ്രീസിയേഷൻ, നിങ്ങൾക്കൊരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു അഗൈൻ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ പ്രൊമോഷൻ്റെ കാര്യം, അല്ലെങ്കിൽ ഒരു യാത്രയുടെ കാര്യം. കുറച്ച് പേർക്ക് യാത്രയുടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യാത്രകൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ യാത്ര മീൻസ് അതൊരു ജോലിയുടെ മാറ്റം, അങ്ങനെ എന്തു കാര്യങ്ങളും ആവാം ഒരു മീൻസ് യാത്ര ചെയ്ത് പോയിട്ട് ചെയ്യേണ്ട എന്തൊരു കാര്യം അങ്ങനെ ആവാം. പഠിക്കാനായാലും ശരി അല്ലെങ്കിൽ ഒരു ന്യൂസ് വരുന്നു, നിങ്ങൾക്കൊരു ന്യൂസ് എന്തെങ്കിലും കിട്ടാൻ പോകുന്നു, ആ ന്യൂസ് നിങ്ങളെ വളരെയധികം സന്തോഷം കൊണ്ടുവരും, നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവരും. നിങ്ങൾക്കൊരു ന്യൂസ് എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ്റെ ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല റിലേഷൻഷിപ്പിൻ്റെ ന്യൂസ് ആയിരിക്കാം, ഒരു പേഴ്സൻ്റെ മെസ്സേജ് ആയിരിക്കാം, ഓഫർ ആയിരിക്കാം, ജോലിയുടെ ഓഫർ ആയിരിക്കാം, എന്തും ആവാം. സോ ഓരോരുത്തരും ഓരോന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാം പറയാൻ ശ്രമിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ വന്ന് നിങ്ങൾ ഒരു ലൈഫിൽ മുന്നോട്ട് നിങ്ങൾക്ക് വളരെയധികം ഈ കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വളരെയധികം സന്തോഷം തോന്നും. നിങ്ങൾ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്തെങ്കിലും നമ്മൾ പറയില്ലേ, ഒരു ലൈഫിൽ ഒരു പ്രതീക്ഷ എന്ന രീതിക്ക് നിങ്ങൾ ഫീൽ ചെയ്യും. സോ അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്നത്. എക്സ്പാൻഷൻ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം കാണുന്നുണ്ട്. സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ. കുറച്ച് പേർക്ക് ഈവൻ മാരേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം മാരേജ് വരാം. ഫ്രണ്ട്സുമായി അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്ന കാര്യമായിരിക്കാം. സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ടാലൻസ് യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കും. സോ ഒരു കാര്യം ഞാൻ എടുക്കുന്നുള്ളൂ, ബിക്കോസ് ഇതിൽ തന്നെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമ്മൾ പെടുത്താൻ പറ്റും. സോ നിങ്ങൾക്ക് എന്ത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും എന്ന രീതിയിലാണ്. സോ അതാ ഞാൻ പറഞ്ഞത്, ഒരു ആഗ്രഹം, വിഷ് ഇപ്പോൾ പറഞ്ഞോളൂ നിങ്ങൾ യൂണിവേഴ്സിനോട്. മേക്ക് എ വിഷ് എന്നുള്ളൊരു റീഡിങ്ങിൻ്റെ പേര് കൊടുക്കേണ്ടി വരും. മേക്ക് എ വിഷ് നൗ ആൻഡ് ഇറ്റ് വിൽ കം ട്രൂ. ഡെഫിനറ്റ്ലി
യൂണിവേഴ്സ് തരാൻ തയ്യാറാണ്. സെൽഫ് ലവ് കാണുന്നുണ്ട്. ഓക്കെ, ക്രിയേഷൻ, യെസ്, ക്രിയേഷൻ, ഗുഡ്. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുമായിരിക്കാം, അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന തരത്തിലുണ്ടാവും. വോയിഡ്, ഓക്കെ, നോ പ്രോബ്ലം. ഫോക്കസ്, വൺ മോർ കാർഡ്. രണ്ടെണ്ണം വന്നു, സാറില്ല. ഓക്കെ, അബണ്ടൻസ് ആൻഡ് ആക്ഷൻ. ഓക്കെ, ഗ്രോത്ത് ഉണ്ട് ഇവിടെ. ആക്ച്വലി ഇതും ആക്ഷൻ്റെ കാർഡ് കൂടിയാണ്. അതായത് എന്തെങ്കിലും മുന്നോട്ടൊരു മൂവ്മെൻറ്റ് എന്ന രീതിയിലാണ്, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതായിട്ടാണ്. കുറച്ച് പേർക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതായിരിക്കാം, നിങ്ങളായിട്ട് ചെയ്യുന്നതായിരിക്കാം. സോ യെസ്, കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയം വരുന്നുണ്ട് നിങ്ങൾക്ക്. യാ, ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ മടിച്ച് നിൽക്കണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മടിക്കാതെ ചെയ്യുക. ഓക്കെ, അതിന് റിസൾട്ട് നല്ലതായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പീരീഡ് ഓഫ് നിങ്ങൾക്കൊരു വിഷമത്തിൻ്റെ ഒരു പീരീഡ്, മേ ബി ഇപ്പം നിങ്ങളത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഒന്നും നടക്കുന്നില്ല ലൈഫിൽ, എല്ലാം സ്റ്റക്കാണ്, അല്ലെങ്കിൽ ഒന്നും മൂവ് ചെയ്യുന്നില്ല എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മൂവിങ് നിങ്ങൾക്ക് വരും. ഓക്കെ, ഡോണ്ട് വറി. ആ ഒരു പീരീഡ് നമ്മൾ പറയില്ലേ, ചില സമയത്ത് അങ്ങനെയാണ്, ചില സമയത്ത് എല്ലാം ഒന്ന് സ്റ്റക്കായിട്ടൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, പക്ഷെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു ചെറിയ ഒരു ഗിഫ്റ്റായിട്ട് തീർച്ചയായിട്ടും തരും. നിങ്ങളോട് പറയുന്ന ഫോക്കസ് വെച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. കുറച്ച് സെൽഫ് ലവ് ചെയ്യുക, അവനവനെ കെയർ ചെയ്യുക, നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിലേക്ക് കൊടുക്കാം. എനിക്ക് അതാണ് ഇപ്പോൾ പറയാൻ തോന്നിയത്. ഓക്കെ, ഈ ഫോക്കസ് നിങ്ങൾ അവനവനിലേക്ക് കൊടുക്കാം. നിങ്ങളുടെ കഴിവെന്താണ്, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക, നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ മോട്ടിവേറ്റ് ആയിട്ടിരിക്കുക, എപ്പോഴും എന്തും നിരാശപ്പെട്ട് ഇരിക്കാതിരിക്കുക. ഓക്കെ, നമ്മൾ ലൈഫിൽ ശരിയാണ് നിരാശകൾ വരും, ഒരുപാട് കാര്യങ്ങൾ, വിഷമങ്ങൾ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ബട്ട് ഡെയിലി സാരില്ല, നാളത്തെ ഒരു ദിവസം ഉണ്ട്, നമുക്ക് ചെയ്യാം. ഇന്ന് മീൻസ് ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ പറയില്ല ഇന്ന് ശ്രമിക്കാം, ഇന്ന് ശ്രമിക്കാം, ഇന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പോഴും അവനവനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഇവിടെ ക്രിയേഷൻ കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ലതായിട്ട് വരും എന്നാണ്. അബണ്ടൻസ് ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്, ഇന്നലെയും ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് അബണ്ടൻസ് തന്നെയാണ് കാണുന്നത്. അബണ്ടൻസ് ഇപ്പോൾ എന്ത് തരത്തിലും ആവാട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഫൈനാൻഷ്യലി അബണ്ടൻസ് ആണ്, ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ വളരെയധികം ബെറ്റർ ആവുന്ന രീതി, നമ്മൾ പറയില്ല മനസ്സുകൊണ്ട് നമ്മളൊരു സന്തോഷം ഫീൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ കരുതിയാൽ മതി, അല്ലാണ്ട് പൈസ, പണം, കാറ്, വീട് അത് മാത്രമല്ല. ഓക്കെ, ബട്ട് നിങ്ങൾ ഓവറോൾ മനസ്സുകൊണ്ട് നമ്മളൊരു ശാന്തത, ഒരു സന്തോഷം അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ എന്ത് ചെയ്താലും അതിനൊരു ഗ്രോത്ത് കാണുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. സോ ഇത് നല്ലതാണ് ഇവിടെ. ഓക്കെ, ഈ ഒരു പീരീഡ് നിങ്ങൾക്ക് ഐ തിങ്ക് കുറച്ചൊരു വിഷമം നിങ്ങൾക്ക് ഉള്ള ഒരു പീരീഡ് കടന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. ബട്ട് മോട്ടിവേഷൻ വിടണ്ട എന്നാണ് പറയുന്നത്. എന്താഗ്രഹം ഉണ്ടെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരും. ഓക്കെ, ആൻഡ് ഇവിടെ നമ്പേഴ്സ് ഇവിടെ 6 ഉണ്ട്, 39, 1, 14, 38, ഇവിടെ 12 അല്ലേ, ടോട്ടൽ 12. അഗൈൻ 3 ഉണ്ട് ഇവിടെ അല്ലേ, 3, 1, 5, 11, സോ 2, 11, 2 ഉണ്ട്. ഓക്കെ, നമ്പേഴ്സ് കുറച്ച് റെസനേറ്റ് ആവാൻ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും ഇതൊരു ഡേറ്റ് ആയിരിക്കാം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നടക്കും എന്ന രീതിക്കായിരിക്കാം. പ്രത്യേകിച്ച് 11 ഉണ്ട് ഇവിടെ. 11ഉം 3 ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. സോ 3 ഈസ് വെരി സംതിങ്, നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ. ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ള കൂടിയാണ്. 3 എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ പറയാറുണ്ടെന്ന് ലൈക്ക് യൂണിവേഴ്സ് അലൈൻ ആവുന്നു എന്നാണ് പറയാം. ഓക്കെ, 3 റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം ഓക്കെ അത് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്ന രീതിയിലാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിയൽ ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നു. ആൻഡ് അതിന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് എന്ന രീതിക്കാണ് നമ്മൾ പറയുക 3 എന്ന്. ഓക്കെ, സോ ഇറ്റ്സ് ഗെറ്റിംഗ് അലൈൻഡ് എന്ന രീതിക്കാണ് എടുക്കുക നമ്മൾ. സോ ഇവിടെ നമുക്ക് 2 3 എന്തായാലും ഉണ്ട്, വേറെ ഒരു 3 ഉണ്ടായിരുന്നു. സോ 3. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എക്സ്പാൻഷൻ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മോട്ടിവേഷൻ വിടരുത്, അവനവനെ കെയർ ചെയ്യുക, അതും വേണം. ഓക്കെ, കോൺഫിഡൻസ് വെക്കുക എപ്പോഴും. മെഡിറ്റേഷനോ പ്രാർത്ഥനകളോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.